എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തേങ്ങ അരച്ച് ചേർത്ത ആവോലിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് പുളിക്കായിട്ട് ഞാൻ കുടംപുളിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുടംപുളി കഴുകിയിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുതിർന്നോളും. അപ്പോൾ തേങ്ങ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കറി വെക്കുന്ന ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 തക്കാളി മീഡിയം സൈസിലുള്ളതാണ്, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തതും, അതേപോലെ തന്നെ 6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയുടെ അരപ്പില്ലേ അതും കൂടെ ചേർത്ത് നമുക്ക് എത്രയാണ് കറിയുടെ ആവശ്യം എന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിൽ അതിൽ വെച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തിളച്ച് പൊങ്ങിപ്പോകില്ല. ഇത് നിറച്ച് ആ ചട്ടിയിലുള്ളത് കൊണ്ടാണ് കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കുഴിയുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിളച്ച് പൊങ്ങി പോകില്ല. ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് പൊങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ആ കയ്യിൽ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മളുടെ കറിയുടെ പാകത്തിന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം കറിയുടെ ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനിട്ട് ഒന്ന് വേവുമ്പോഴത്തേക്കും അത് കറക്റ്റായിരിക്കും. ഇനി മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അധികം വേവൊന്നുമില്ല ഈ മീനിന് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇങ്ങനെ കറിയൊക്കെ എല്ലാവരും വെക്കുന്നതാണെങ്കിലും ബീനേഴ്സിനൊക്കെ ഈ വീഡിയോ നല്ല ഉപകാരമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ആ കറിയുടെ വറ്റിലായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഉലുവ മൂത്ത് വരുന്ന സമയത്ത് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അത് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ആവോലി തേങ്ങ അരച്ച് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.